Hello learners, I Plus Training Solutions in UGC Net Management June 2025 questions discussion സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ആദ്യത്തെ സെഷനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 51 to 60 ആണ്. 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഓർഡറിലല്ല, അറിയാലോ നമുക്ക് ഓരോരുത്തരുടെ റെസ്പോൺസ് ഷീറ്റിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ID വെച്ചിട്ടായിരിക്കും നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ആ ഒരു ഓർഡർ അല്ല, ഒരു റെസ്പോൺസ് ഷീറ്റിലെ ഓർഡർ അനുസരിച്ചാണ് നോക്കുന്നത്. എനിവേ നിങ്ങൾ എല്ലാവരും നോക്കിയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നു. സോ നമുക്ക് നോക്കാം, ക്ലാസ്സിലോട്ട് പോകാം നമുക്ക്. ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റെഫേഴ്സ് ടു. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നമുക്കറിയാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഡിമാൻഡിന്റെ കുറേ ഡിറ്റർമിനൻസ് ഉണ്ട്. അതിൽ ഓരോ ഡിറ്റർമിനൻസ് കാരണം അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്ത് ഡിമാൻഡ് എത്രത്തോളം ചേഞ്ച് ആകുന്നു, അതാണല്ലോ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അവിടെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഉണ്ട്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതിൽ ഒരു വൺ അമംഗ് ദ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്രോസ് ഇലാസ്റ്റിസിറ്റി. അപ്പം ഇതെന്താണ് ചോദിക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്ട്ലി ചോദിച്ചിരിക്കുകയാണ് എന്താണെന്നാണ്. അപ്പോൾ നമ്മുടെ അവൈലബിൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്, change in demand due to change in income, change in demand due to change in price of another goods, change in demand due to less availability of goods. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് എന്താണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഡയറക്ട്ലി നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതിൽ ആ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസിനെ നമ്മൾ വിളിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നാണ്. ചേഞ്ച് ഇൻ ഇൻകം കാരണം വരുന്ന ഡിമാൻഡിൽ വരുന്ന ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ നമുക്ക് ഈസിലി ഓപ്ഷൻ 1ഉം 2ഉം അല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ മുന്നിൽ രണ്ട് അവൈലബിൾ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 3ഉം 4ഉം ആണ് ഉള്ളത്. അതിലൊരു ലെസ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് കാരണം ചേഞ്ച് ഇൻ ഡിമാൻഡ്, അങ്ങനെ ഒരു ആ ഒരു ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മുടെ മുന്നിലുള്ളത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 3 ആണ്, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അനദർ ഗുഡ്സ്. അപ്പോൾ എന്താണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി? It measures how sensitive the quantity demanded of one good is to change in the price of another good. അതായത് ഒരു ഗുഡ്സ് ഇപ്പൊ നമ്മുടെ കയ്യിലല്ല, ഇപ്പൊ നമ്മുടെ മുന്നിൽ രണ്ട് ഗുഡ്സ് ആണുള്ളത്, ഗുഡ് എയും ഗുഡ് ബിയും. അപ്പോൾ എ എന്ന് പറയുന്ന ഗുഡ്സിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ബിയുടെ ഡിമാൻഡിൽ എത്ര ചേഞ്ച് വരുന്നുണ്ട്, അതാണ് നമ്മൾ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ ഈ ഒരു കാര്യമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ആ ഒരു രണ്ട് ഗുഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു, ആ ഗുഡ്സ് രണ്ട് തരത്തിലാകാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ട്, കോംപ്ലിമെന്ററി ഗുഡ്സും ഉണ്ട്. അത് രണ്ടും എന്താണെന്നൊക്കെ അറിയാമല്ലോ. ഫോർ എക്സാമ്പിൾ, ഇഫ് ടീ പ്രൈസ് ഇൻക്രീസസ് ആൻഡ് കോഫി ഡിമാൻഡ് റൈസസ്, ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ടീയുടെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം കോഫിയുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് നമ്മൾ ക്രോസ് ഇലാസ്റ്റിസിറ്റിയിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ടീയുടെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ടീയുടെ തന്നെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ടീയിലെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം കോഫിയുടെ ഡിമാൻഡ്, രണ്ട് ഗുഡ്സ് അല്ലേ, ഗുഡ് എയും ഗുഡ് ബിയും, ടീ സെപ്പറേറ്റ് ആണ്, കോഫി സെപ്പറേറ്റ് ആണ്, രണ്ട് ഗുഡ്സ് ആണ്. അപ്പോൾ ഒന്നിന്റെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം, അങ്ങനെയല്ല തിരിച്ച്, ഒന്നിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം അടുത്ത ഗുഡ്സിന്റെ ഡിമാൻഡിൽ എന്ത് ചേഞ്ച് വരുന്നുണ്ട്, അതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത് പഠിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും, കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ടീയും കോഫിയും രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണല്ലോ. ടീക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് ആണല്ലേ കോഫി, അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ് ആണ് കോഫി. അപ്പോൾ ഇവിടെ എന്താണ്, ടീന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് കോഫിയുടെ ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് അത് ഇവർ തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ അവിടെ ക്രോസ് ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ്ലി ആണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിരിക്കും. ഇനി കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ആണെങ്കിലോ, ലെറ്റ്സ് സേ ഇപ്പൊ നമുക്ക് ടയറിന്റെ പ്രൈസും കാറിന്റെ പ്രൈസും അത് രണ്ടും നമ്മൾ എടുക്കുവാണ്. അപ്പൊ ടയറും കാറും രണ്ടും കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ് അല്ലെ. അപ്പം കാറിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ടയറിന്റെ ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു എന്ന് ഇവിടെ മെഷർ ചെയ്യുന്നതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇത് രണ്ട് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണെന്നുണ്ടെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡ്സിന് നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് പോസിറ്റീവ് ആണ്, രണ്ടും സെയിം ആണ്, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല.
percentage change in the quantity demanded of good A divided by percentage change in the price of good B. നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണോ അവിടെ രണ്ടും സെയിം ഗുഡ്സ് ആണ്, ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് ഗുഡ്സ് ആണ്. ആ ഒരു വേരിയേഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പം ഗുഡ് എയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ഗുഡ് ബിന്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച്. ഇതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പം നമ്മൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MCQs ഒക്കെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ആൻസർ മാത്രം കണ്ടുപിടിച്ച് പഠിച്ച് പോകരുത്. എന്തുകൊണ്ട് നമ്മൾ ആൻസറിലോട്ട് എത്തി, മറ്റുള്ള ആൻസേഴ്സ് എന്തുകൊണ്ടാണ് തെറ്റായിട്ടുള്ളത്, ഇനി മറ്റുള്ള ആൻസേഴ്സ് എന്താണ്, ആൻസേഴ്സ് ഇൻ ദ സെൻസ് മറ്റുള്ള ഓപ്ഷൻസ് എന്താണ് എന്നുള്ളതും കൂടി പഠിച്ച് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം തന്നെ കണ്ടില്ലേ, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് മാത്രമല്ല നമ്മൾ പഠിച്ചത്, അതെന്താണെന്ന് പഠിച്ചു, അതിന്റെ ടൈപ്സ് പഠിച്ചു, അതിന്റെ ഫോർമുല പഠിച്ചു. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ നോക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഒരിക്കലും നമ്മൾ 50 ക്വസ്റ്റ്യൻ ചെയ്തു 50ന്റെ ആൻസറും പഠിച്ചു, അങ്ങനെ ഒരിക്കലും നമ്മൾ പോകരുത്. 50 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നു, അതിന്റെ കൂടെ നമുക്ക് 50 × 4 200 ഓപ്ഷൻസ് കിട്ടുവാണ്. ആ ഓപ്ഷൻസും കൂടെ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻകറേജിങ് കസ്റ്റമർ സ്വിച്ചിങ് ടു എ ബ്രാൻഡ് ഈസ്. ഒരു കസ്റ്റമർ എന്താണ് ബ്രാൻഡ് സ്വിച്ചിങ് നടത്തുവാണ്. അങ്ങനെ ഒരു കസ്റ്റമറിനെ നമ്മൾ എൻകറേജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത്? നമ്മുടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി, ഇൻഫോർമേറ്റീവ് അഡ്വർടൈസിങ്, പെർസോസീവ് അഡ്വർടൈസിങ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും മേ ബി നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു വേർഡ് വരുന്നത്. സെയിൽസ് പ്രൊമോഷനും പബ്ലിസിറ്റിയും ഇൻഫോർമേറ്റീവ് അഡ്വർടൈസിങ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഈവൻ നമുക്കിത് അറിയില്ലെങ്കിൽ പോലും സെയിൽസ് പ്രൊമോഷൻ എന്ന് വെച്ചാൽ സിംപ്ലി ആ വേർഡ് തന്നെ നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കേ. സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പബ്ലിസിറ്റി, എന്തോ ഒരു സാധനത്തിന് നമ്മൾ പബ്ലിക്കിന്റെ ഇടയിൽ നമ്മളൊരു ഇമേജ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ദെൻ ഇൻഫോർമേറ്റീവ് അഡ്വർടൈസിങ്, ഇൻഫർമേഷൻ കൊടുക്കാനുള്ള അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എൻകറേജിങ് കസ്റ്റമർ സ്വിച്ചിങ് എന്നുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ 3 കാര്യത്തിലും എവിടെയെങ്കിലും കസ്റ്റമറിനെ സ്വിച്ച് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടോ? ഒരു ബ്രാൻഡിൽ നിന്ന് മറ്റൊരു ബ്രാൻഡിലോട്ട് മാറും, അതാണല്ലോ സ്വിച്ചിങ് എന്ന് പറയുന്നത്. അത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നില്ല അല്ലെ. എല്ലായിടത്തും പറയുന്നത് സ്വന്തം പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വ്യൂ പോയിന്റിൽ തിങ്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ 1ഉം 2ഉം 3ഉം ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ റിലവന്റ് അല്ലേ അല്ല. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം, കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. സോ നമുക്ക് ഡയറക്ട്ലി ആൻസറിലോട്ട് എത്താൻ പറ്റും. പെർസോസീവ് അഡ്വർടൈസിങ് ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? നമുക്ക് അതെന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലെന്ന് വിചാരിച്ചു. പെർസോസീവ് അഡ്വർടൈസിങ് എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇത് നമ്മുടെ മാർക്കറ്റിംഗിൽ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെന്റിലൊക്കെ വരുന്നതാണ്, അല്ലെങ്കിൽ പ്രൊമോഷനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഇപ്പൊ തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ അറ്റ്ലീസ്റ്റ് 1 അല്ലെങ്കിൽ 2 നമുക്ക് അറിയാമായിരിക്കും. ആ ഒരെണ്ണം എലിമിനേറ്റ് ചെയ്താൽ എഗെയിൻ നമ്മൾ ആൻസറിലോട്ട് എത്തിച്ചേരാനുള്ള പ്രോക്സിമിറ്റി കൂടുതലല്ലേ. ആ 3 ഒരെണ്ണം നമുക്ക് പിക്ക് ചെയ്താൽ മതി. 2 ഒഴിവാക്കുവാണെങ്കിൽ അത്രയും നല്ലത്. 50-50 ചാൻസ് ആണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്ത് നോക്കുക. ഇനി നോക്കി ഇൻഫോർമേറ്റീവ് അഡ്വർടൈസിംഗ് പ്രൊവൈഡ്സ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. പേര് തന്നെ ഉണ്ട് അല്ലേ, ഇൻഫർമേഷൻ കൊടുക്കാനുള്ള അഡ്വർടൈസ്മെന്റ്. അത് പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ പബ്ലിക്കിന് കൊടുക്കുന്നു. പെർസോസീവ് അഡ്വർടൈസിംഗ് എയിംസ് ടു ചേഞ്ച് കൺസ്യൂമർ പ്രിഫറൻസ് ആൻഡ് എൻകറേജ് ബ്രാൻഡ് സ്വിച്ചിങ്. കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ബ്രാൻഡിൽ നിന്ന് മറ്റൊരു ബ്രാൻഡിലേക്ക്, ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിൽ നിന്ന് മറ്റൊരു കമ്പനിയുടെ പ്രോഡക്റ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഈ ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് കൊടുക്കുന്നത്. പെർസോസ് ചെയ്യാണ് കസ്റ്റമേഴ്സിനെ. ഓക്കെ, ഇനി സെയിൽസ് പ്രൊമോഷൻ ഗീവ്സ് ഷോർട്ട് ടൈം ഇൻസെന്റീവ്. സെയിൽസ് പ്രൊമോഷൻ എന്ന് വെച്ചാൽ സെയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഓഫേഴ്സ് കൊടുക്കുന്നു. ഇപ്പം ഓണമൊക്കെ ആയില്ലേ, അപ്പം കമ്പനീസ് പറയത്തില്ല ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, ഇനി ആടി സെയിൽസ് നടന്ന സമയത്തൊക്കെ പറയത്തില്ലേ. ഇതൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇതെപ്പോഴും ഷോർട്ട് ടൈം ആയിരിക്കും, അതും ഓർത്ത് വെച്ചിരിക്കുക. സെയിൽസ് പ്രൊമോഷൻസ് എപ്പോഴും ഷോർട്ട് ടൈം ആണ്. അഡ്വർടൈസ്മെന്റിന്റെ എഫക്ട് ലോങ് ടൈം ആണ്. അതായത് പക്ഷേ സെയിൽസ് പ്രൊമോഷൻ എപ്പോഴും ഷോർട്ട് ടൈം ആയിരിക്കും. ഇപ്പം നമ്മൾ ഇപ്പോൾ പോത്തീസിൽ അടി സെയിൽസ് നടക്കുവാണ്, അല്ലെങ്കിൽ കല്യാണിൽ അടി സെയിൽസ് നടക്കുവാണ്. അപ്പം ആ ഒരു മാസമായിരിക്കും നമ്മൾ അവിടെ പോയിട്ട് ആ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത്. കാരണം നമ്മുടെ ഉദ്ദേശം അവർ കൊടുക്കുന്ന ആ ഒരു ഓഫറിന്റെ ഗുണം നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു ഇൻസെന്റീവ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് കൺസ്യൂമറിനെ സംബന്ധിച്ച്. ഇനി ആ ഒരു സെല്ലറിനെ സംബന്ധിച്ചാണെങ്കിൽ അത് തന്നെയല്ല, അവർക്ക് അവരുടെ മേ ബി അവരുടെ ഫാമിലുള്ള പ്രോഡക്ട്സ് വിറ്റ് തീർക്കുക, എന്നിട്ട് പുതിയ സ്റ്റോക്ക് ചെയ്യുക, റീസ്റ്റോക്ക് നടത്തുക. ആടി സെയിൽസിൽ പഴയ കളക്ഷൻസ് എല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് പുതിയ മോഡൽസ് കൊണ്ടുവരിക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതാണ് അവർ ഓണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സെയിൽസ് പ്രൊമോഷൻ. അതിന്റെ എഫക്ട് എപ്പോഴും ഷോർട്ട് ടൈം ആയിരിക്കും. ഓക്കെ,
പബ്ലിസിറ്റി ഈസ് അൺപെയ്ഡ് മീഡിയ കവറേജ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പബ്ലിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അൺപെയ്ഡ് ആയിട്ടുള്ള മീഡിയ കവറേജ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ആകാം, അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി ആകാം, ഒരാൾ പറഞ്ഞറിയുന്നതും ഒക്കെ ആയിരിക്കും. ഇത് അൺപെയ്ഡ് ആണ്. അഡ്വർടൈസ്മെന്റ് എപ്പോഴും പെയ്ഡ് ആണ്, പബ്ലിസിറ്റി അൺപെയ്ഡ് ആണ്. ഓക്കെ, അതും ഓർത്ത് വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന വഴി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, which of the following is not the characteristics of strategic decisions that deals with the long run future of an entire organization? എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ സ്ട്രാറ്റജിക് ഡിസിഷൻസ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഇതൊരു ക്വസ്റ്റ്യൻസ് അല്ല, ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കുക, കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റണമെന്നില്ല. കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് NDAയുടെ എക്സാം ഹാളിൽ നമുക്ക് കിട്ടുന്നത് 1 മിനിറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിൽ കീ വേർഡ്സ് പിക്ക് ചെയ്യുക. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് നോക്കുക. അങ്ങനെ വേണം ഈ ഒരു ടൈപ്പ് ഓഫ് ലെങ്തി ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് എന്താണ്? ആ കിടക്കുന്ന നോട്ടാണ്. ആ വേർഡ്സ് ഒരിക്കലും നമ്മൾ മിസ്സായി പോകരുത്. ആ 1 മിനിറ്റേ ഉള്ളൂ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. നമ്മളൊരു റഷിലായിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ എപ്പോഴും ശ്രദ്ധാപൂർവ്വം വേണം ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട്. ക്വസ്റ്റ്യൻ ഒന്നോ രണ്ടോ തവണ വായിച്ചാൽ മതി, പക്ഷേ ശ്രദ്ധിച്ച് വേണം ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട്. ആ നോട്ട്, അതേപോലെ ആൻഡ്, ഓർ അങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല, അങ്ങനത്തെ വേർഡ്സ് ഒരിക്കലും നമ്മൾ വിട്ടുപോകരുത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ലോങ് റൺ ഫ്യൂച്ചർ ഓഫ് ആൻ എൻ്റയർ ഓർഗനൈസേഷൻ. ഇത് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്നൊരു വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്നൊരു കാര്യം നമ്മുടെ മൈൻഡിൽ വരുമ്പം, ആ ഒരു വേർഡ് കേൾക്കുമ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചു വേണം. അത് എപ്പോഴും ലോങ് റണ്ണിലോട്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് യൂണിക് ആയിരിക്കും. ഒരു ഫേമിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതായിരിക്കും അവരവരുടെ സ്ട്രാറ്റജിക് ഡിസിഷൻസും അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജിയൊക്കെ. അത് മറ്റൊരു ഓർഗനൈസേഷൻ ഒരിക്കലും കടമെടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അവർ എൻറ്റയർ ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ അപ്ലൈ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഇറ്റ് ഈസ് യൂണിക് ടു ദ ഓർഗനൈസേഷൻ ഓൺലി. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തന്നെ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്, വിത്ത് ലോങ് റൺ ഫ്യൂച്ചർ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ കൂടെ പറയുന്നുണ്ട് ലോങ് റൺ ഫ്യൂച്ചർ എന്നൊരു വേർഡും കൂടെ കൊടുത്തപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായി. നമുക്ക് ഈവൻ സ്ട്രാറ്റജിക് ഡിസിഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യനിലോട്ട് എത്തിച്ചേരാൻ എളുപ്പമായി. അപ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കേ, ഇൻവാരിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു വേർഡ് തന്നെ മീൻ ചെയ്യുന്നത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം. ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ കോൺസിക്വൻഷ്യൽ ആണ്. ഇത് കോൺസിക്വൻസ് ഉള്ളതാണല്ലോ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എപ്പോഴും. നമുക്ക് ആൻസറിലോട്ട് എത്താം, അതിന് മുന്നേ ഓരോന്നും എന്താണെന്ന് നോക്കാം. സ്ട്രാറ്റജിക് ഡിസിഷൻസ് എപ്പോഴും കോൺസിക്വൻഷ്യൽ ആണ്. നമ്മൾ ഒരു തവണ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ കുറേ വർഷം അതിന്റെ ഇമ്പാക്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇത് കോൺസിക്വൻഷ്യൽ ആണ്. ദെൻ റയർ ആണ്. സ്ട്രാറ്റജിക് ഡിസിഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇത് യൂണിക് ടു ദ ഓർഗനൈസേഷൻ ആണ്. ഒരു ഫേമിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് റയർ ആണ്. ദെൻ ഡയറക്റ്റീവ് ആണ്. ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ ഫുൾ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിനെയും അവരുടെ പോളിസീസിനെയും അവരുടെ ആക്ഷൻസിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി 2, 3, 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം അല്ലാതെ വരുന്നത് ഏതാണ്? 1 മാത്രമാണ് അല്ലെ, ഇൻവാരിയബിലിറ്റി ആണ് വരാത്തത്. ഇവിടെ നോക്കിക്കോ, സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആർ റയർ, consequential and directive in nature, but they are not invariable. They may change with environmental shifts. Environmental വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് ഇതിന് ചെറിയ ചേഞ്ചസ് വരാം. ഓക്കെ, എന്നാൽ ലോങ് ടേമിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പം ലോങ് ടേമിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് അവിടെ വരാൻ സാധ്യത കുറവാണ്. എന്നാലും പറയുന്നത് നമ്മുടെ എസ്പെഷ്യലി എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ അല്ലേ, ഇപ്പോൾ പൊളിറ്റിക്കൽ ചേഞ്ച്, എക്കണോമിക്കൽ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യണ്ടേ. നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളൊരു 10 വർഷം മുന്നേ എടുത്ത സ്ട്രാറ്റജി ആയിട്ടാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത്. AI-നെ പറ്റിയിട്ടൊന്നും നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ഥിതി എങ്ങോട്ടായിരിക്കും? ഗ്രോത്ത് ഉണ്ടായിരിക്കുമോ? അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പം എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് ദേ ഷുഡ് വാരി. ഓക്കെ, സോ ആ ഒരു റയർ ആണ്, കോൺസിക്വൻഷ്യൽ ആണ്, ഡയറക്റ്റീവ് ആണ്. അപ്പോൾ അവിടെ വരാത്തത് ഇൻവാരിയബിലിറ്റി ആണ്. സോ ഹിയർ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, അറേഞ്ച് ദ സ്റ്റെപ്സ് ഇൻ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനാണ്. റാഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്താണ്? ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് നമുക്കറിയാം, റാഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നും അറിയാം. ഇനി അവിടെ പറയുന്നത് അതിന്റെ സ്റ്റെപ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും ഇതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്താണ് ഒരു വഴി എന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റെപ്സ് അറിയത്തില്ല എന്ന് വിചാരിച്ചു, നമ്മൾ ഇത് കാര്യം പഠിച്ചിട്ടില്ല, ഇതിന്റെ സ്റ്റെപ്സ് ആണ് എന്താണെന്നൊന്നും ഒന്നും നമുക്കറിയില്ല. അപ്പം വേറൊരു കാര്യം, അതിന് മുന്നേ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് NDAയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു സിമ്പിൾ MCQ ടൈപ്പ് നേരത്തെ ചോദിച്ചതുപോലുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും ആൻസറിലോട്ട് എത്തിച്ചേരാനൊക്കെ ഉള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. നമ്മുടെ നെറ്റും JRF-ഉം PhD ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്
PhD അല്ല, PhDയുടെ സ്കോറും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാം. അപ്പൊ ഇത് കുറച്ച് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആൻസറിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചധികം NTA ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക്. റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്പ് അറേഞ്ച് ചെയ്യാനാണ്. ഇനി നമുക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നോ ഒന്നും അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഇതിന്റെ ആൻസർ കണ്ടെത്താൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ നോക്കിക്കോ, ഫസ്റ്റ് ഓപ്ഷൻ എ പറയുന്നത് ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ് ആണ്. അത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരും, എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ എന്തായാലും ആദ്യം വരില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഇവിടെ നമ്മുടെ ആൻസറിൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എ അല്ല, ഇവിടുത്തെ എ എന്തായാലും വരില്ല. അപ്പൊ നമ്മുടെ തന്നിട്ടുള്ള ആ ഒരു കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 1 നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 1 അല്ല, സോറി, 2 എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 2 ആണല്ലോ എയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ബി എന്താണ് പറയുന്നത്? ഡെവലപ്പ് ദ ഓൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പൊ ബിയും സ്റ്റാർട്ടിങ്ങിൽ വരത്തില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ 3യും എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ എന്ത് സിമ്പിൾ ആണ്. എഗെയിൻ നമ്മൾ ആ ഒരു 50-50 എന്നൊരു ചാൻസിലോട്ട് വന്നിട്ട് നിൽപ്പുണ്ട്. ദെൻ അലോക്കേറ്റ് വെയ്റ്റ്സ് ടു ദ ക്രൈറ്റീരിയ. എന്തെങ്കിലും ക്രൈറ്റീരിയ ഒക്കെ ഐഡന്റിഫൈ ചെയ്താലല്ലേ നമ്മൾ അതിന് വെയ്റ്റ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡി പറയുന്നത് ഐഡന്റിഫൈ ദ ഡിസിഷൻ ക്രൈറ്റീരിയ. അതൊക്കെ അവിടെ കാണുമ്പോൾ നമുക്ക് ഈസിലി അതൊന്ന് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഡിസിഷൻ ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് അതിന് വെയ്റ്റ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം സിയിലും സ്റ്റാർട്ട് ചെയ്യത്തില്ല. സോ നമുക്ക് ഓപ്ഷൻ 4ഉം എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആകെ നമ്മുടെ കയ്യിലുള്ളത് ഓപ്ഷൻ 1 അല്ലേ ഉള്ളൂ. അപ്പൊ ഒബിയസ്ലി അത് തന്നെ ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല അത് കറക്റ്റ് ആൻസർ. നിങ്ങൾ നോക്കിക്കോ, സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡിഫൈൻ ദ പ്രോബ്ലം ആണ്. അപ്പൊ പ്രോബ്ലം ഡിഫൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓൾട്ടർനേറ്റീവ്സും കാര്യത്തിലോട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഈ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഫൈൻ ദ പ്രോബ്ലം വരുന്നു, ദെൻ ഐഡന്റിഫൈ ദ ഡിസിഷൻ ക്രൈറ്റീരിയ, അലോക്കേറ്റ് വെയ്റ്റ്സ് ടു ദ ക്രൈറ്റീരിയ, ഡെവലപ്പ് ദ ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്. ആ ഒരു ഓർഡറിലാണ് അലോക്കേറ്റ് വെയ്റ്റ്സ് ടു ദ ക്രൈറ്റീരിയ, ഡെവലപ്പ് ദ ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്. യെസ്, ഒബിയസ്ലി. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. നോക്കിക്കോ, ഫസ്റ്റ് ആ ഒരു ലോജിക്കൽ സീക്വൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഡിഫൈൻ ദ പ്രോബ്ലം, ഐഡന്റിഫൈ ദ ഡിസിഷൻ ക്രൈറ്റീരിയ, അലോക്കേറ്റ് വെയ്റ്റ്സ്, ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. Moving to the next question. Which ratio measures the amount that investors are willing to pay for each rupee of earnings? Where higher the ratio, the larger the investors' confidence in the firm's future. അപ്പം ഇതും again ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യനെ തന്നെ നമുക്ക് രണ്ടായിട്ട് റീഡ് ചെയ്യാം. അതിൽ ഏത് പോർഷൻ ആണോ നമുക്ക് എളുപ്പം അത് വെച്ചിട്ട് നമുക്ക് ആൻസറിലോട്ട് നോക്കാം. ഒരു റേഷ്യോനെ പറ്റിയിട്ടാണ് പറയുന്നത്. എമൗണ്ട് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ ഈച്ച് റുപ്പി ഓഫ് ഏർണിങ്സ്. അവർക്ക് കിട്ടുന്ന ഓരോ രൂപയുടെ ഏർണിങ്സിനും അവർ പേ ചെയ്യാൻ റെഡി ആകുന്ന എമൗണ്ട്. അപ്പൊ തന്നെ എളുപ്പമായില്ലേ. ആ ഇൻവെസ്റ്റേഴ്സ് പേ ചെയ്യാൻ അവർ വില്ലിംഗ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ പ്രൈസ് അല്ലേ ഉദ്ദേശിക്കുന്നത്? ആ ഒരു പെർട്ടിക്കുലർ ഷെയറിന്റെ പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏർണിങ്സ്, ആ 2 വേർഡും അവിടെ കിടപ്പുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ ഓപ്ഷനിലും വരുന്നുണ്ട്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ സിംപ്ലി നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. നോക്കാം, നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. ദ ലാർജർ ദ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു റേഷ്യോ കൂടുന്തോറും ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു ഫേമിന്റെ ഫ്യൂച്ചറിൽ കോൺഫിഡൻസ് വരും. നമ്മൾ അതിൽ നിന്ന് പുതിയൊരു കാര്യം കൂടെ പഠിക്കുവാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണ്. അപ്പൊ പ്രൈസ് ഏർണിംഗ് റേഷ്യോ കൂടുന്തോറും ഇൻവെസ്റ്റേഴ്സിന് ഫേമിന്റെ ഫ്യൂച്ചർ, ദാറ്റ് മീൻസ് ഫേമിന്റെ വളർച്ചയിൽ ഭാവിയിൽ വിശ്വാസം കൂടുതലായിരിക്കും. പുതിയൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു. അപ്പൊ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണ്. ഇനി എന്താണ് ഏർണിംഗ് പെർ ഷെയർ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഓരോ ഷെയറിനും എത്രത്തോളം ഏർണിംഗ്സ് കിട്ടുന്നുണ്ട്. ദെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ഹൗ മച്ച് ഓഫ് എ കമ്പനീസ് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് ആർ പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിക്ക് കിട്ടുന്ന ഏർണിംഗ്സ് ടാക്സ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ടാക്സ് ഈടാക്കിയതിന് ശേഷം അതിൽ നിന്ന് എത്ര പോർഷനാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട്, പേര് തന്നെയുണ്ട്. എത്ര കിട്ടുന്ന എമൗണ്ടിന്റെ എത്ര ഭാഗമാണ് ഡിവിഡൻഡ് ആയിട്ട് പേ ഔട്ട് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് പേ ചെയ്ത് കൊടുക്കുന്നത്. സോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇത് തമ്മിൽ ബന്ധം വരുന്നില്ല. ദെൻ പ്രൈസ് ഏർണിംഗ് റേഷ്യോ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. അതാണ് അതിന്റെ ഫോർമുല. ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസിന് അതിന്റെ ഷെയറിന്റെ ഏർണിംഗ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എ ഹയർ PE ഷോസ് ഗ്രേറ്റർ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ഇൻ ദ ഫ്യൂച്ചർ ഗ്രോത്ത്. അപ്പൊ PE റേഷ്യോ കൂടുന്തോറും ഇൻവെസ്റ്റേഴ്സിന് ഫേമിലുള്ള വിശ്വാസവും കൂടുന്നുണ്ട്. സോ അതാണ് കറക്റ്റ് ആൻസർ. പിന്നെ നമ്മുടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അതും ക്യാപിറ്റൽ എംപ്ലോയിഡിന് കിട്ടുന്ന റിട്ടേൺ ആണ്. അതൊരു ഈ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അത് റിലേറ്റബിൾ ആയിട്ട് വരുന്നതേ ഇല്ല. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. എത്ര ഈസിയാണ് ആൻസർ കണ്ടുപിടിക്കാനെന്ന് നോക്കിക്കേ. അതിന്റെ കീവേഡ്സും അതിന്റെ ഹിന്റും എല്ലാം ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, അറേഞ്ച് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ കേസ് ബേസ്ഡ് റീസണിങ്. കേസ് ബേസ്ഡ് റീസണിങ്ങിന്റെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അറേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്.
എന്താണ് എ പറയുന്നത് സിസ്റ്റംസ് ഫൈൻഡ്സ് ക്ലോസസ്റ്റ് ഫിറ്റ് ആൻഡ് റിട്രൈവ് സൊല്യൂഷൻ. അഗെയിൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും എയിൽ സ്റ്റാർട്ട് ചെയ്യത്തില്ല. ദെൻ സിസ്റ്റം ആസ്ക് യൂസർ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ടു നാരോ സെർച്ച്. സിസ്റ്റം അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുവാണ്. അപ്പൊ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നടന്നിരിക്കണമല്ലോ. അപ്പൊ എന്തായാലും ബിയിൽ സ്റ്റാർട്ട് ചെയ്യത്തില്ല. അപ്പൊ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ 4 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം, അത് വരത്തില്ല. ദെൻ സി പറയുന്നത് എന്താണ് സിസ്റ്റം മോഡിഫൈസ് ദ സൊല്യൂഷൻ ടു ബെറ്റർ ഫിറ്റ് ദ പ്രോബ്ലം ആൻഡ് ഗോട്ട് സക്സസ്ഫുൾ. ഓക്കെ, അതവിടെ കിടന്നോട്ടെ. ദെൻ സിസ്റ്റം സെർച്ചസ് ഡേറ്റാബേസ് ഫോർ സിമിലർ കേസസ്. സിസ്റ്റം ഡേറ്റാബേസസിന് വേണ്ടിയിട്ട് കൂടുതൽ സെർച്ച് ചെയ്യുന്നു, അതും അവിടെ കിടന്നോട്ടെ, കൺസിഡർ ചെയ്യാം. ദെൻ ഈ പറയുന്നത് യൂസർ ഡിസ്ക്രൈബ്സ് ദ പ്രോബ്ലം. ഈ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡിയിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യത്തില്ല. അപ്പൊ ഡി വരുന്ന ഓപ്ഷൻ 1 നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രോബ്ലം ഡിസ്ക്രൈബ് ചെയ്തിട്ടായിരിക്കുമല്ലോ ബാക്കി കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും ഇയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, ഇയും സോറി 2ഉം 3. അപ്പൊ അവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ലാസ്റ്റ് അവസാനിക്കുന്നത് എവിടെയായിരിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. അപ്പൊ അതും വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അതും ഈസിലി നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ സിയിലാണ് ഈ 2 ഓപ്ഷൻസും അവസാനിക്കുന്നത്. അപ്പൊ സിസ്റ്റം മോഡിഫൈസ് ദ സൊല്യൂഷൻ ടു ബെറ്റർ ഫിറ്റ് ദ പ്രോബ്ലം ആൻഡ് ഗോട്ട് സക്സസ്ഫുൾ. ഇനി അതിന് മുന്നേ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ പറയുന്നതിന് മുന്നേ ഒരു കാര്യം, അപ്പൊ ഇങ്ങനത്തെ നമ്മുടെ സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അപ്പൊ നമുക്ക് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കയ്യിൽ ഒരു റഫ് പേപ്പർ കിട്ടുമല്ലോ, അവിടെ നമുക്ക് ആ ഒരു സീക്വൻസിൽ എഴുതി പോവാം. ഫസ്റ്റ് ഇ ആണ്, ഇ നമ്മൾ എഴുതി, നെക്സ്റ്റ് ഏതാണ് വരുന്നത് നമുക്ക് അറിയത്തില്ല, ഡൗട്ട് ഉണ്ട്, ലാസ്റ്റ് ഏതാണ്, അപ്പൊ കുറച്ച് സ്പേസ് വിട്ടിട്ട് ലാസ്റ്റത്തെ എഴുതി വെക്കുക. ഇനി ലാസ്റ്റത്തേന് തൊട്ട് മുന്നേ ഏതാണ്, അങ്ങനെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ പെൻ ആൻഡ് പേപ്പർ എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണല്ലോ, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നമ്മുടെ മൈൻഡ്, എനിക്ക് തോന്നിയിട്ടുള്ളതും ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളതും അങ്ങനെയാണ്, നമ്മുടെ മൈൻഡ് എപ്പോഴും കമ്പ്യൂട്ടറിലായിട്ട് നോക്കി കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് എന്താണ് ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനും നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനും എളുപ്പം നമ്മളതൊന്ന് പേപ്പറിൽ എഴുതി വെക്കുമ്പോൾ, ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ എ എഴുതി വെച്ച്, എ അല്ല ഇ എഴുതി വെച്ചു, ലാസ്റ്റത്തെ ഓപ്ഷൻ സി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് രണ്ടും എഴുതി നമ്മൾ ഇടയ്ക്കൊരു സ്പേസ് വിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കുക, അടുത്ത ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല, എ ആണ് എന്ന് പറയുന്നുണ്ട്. രണ്ടിന്റെയും സെക്കൻഡ് ലാസ്റ്റ് വരുന്നത് എ ആണ്. സിസ്റ്റം ഫൈൻഡ്സ് ക്ലോസസ്റ്റ് ഫിറ്റ് ആൻഡ് റിട്രൈവ് സൊല്യൂഷൻ. അപ്പൊ അത് വരെ എത്തി. പിന്നെയാണ് നമുക്ക് ബിയും ഡിയും, അതിലേത് ആദ്യം വരും, ഏതാണ് ആദ്യം വരുന്നത്, നെക്സ്റ്റ് ഏതാണ് വരുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ബി എന്താണ് പറയുന്നത്, ബി പറയുന്നത് സിസ്റ്റം ആസ്ക് യൂസർ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ടു നാരോ സെർച്ച്. സി പറയുന്നത് സി അല്ല, എ പറയുന്നത് സിസ്റ്റം ഫൈൻഡ്സ് ക്ലോസസ്റ്റ് ഫിറ്റ് ആൻഡ് റിട്രൈവ് സൊല്യൂഷൻ. അതിലേതായിരിക്കും വരുന്നത്, ബി കഴിഞ്ഞിട്ടല്ലേ എ വരുന്നത്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടായിരിക്കില്ലേ ക്ലോസസ്റ്റ് ഫിറ്റ് റിട്രൈവ് സൊല്യൂഷൻ റിട്രൈവ് ചെയ്യുന്നതും. അത് അങ്ങനെ നമുക്ക് തിങ്ക് ചെയ്തോടെ, ലാസ്റ്റ് പറയുന്നുണ്ട് റിട്രൈവ് സൊല്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്, അപ്പം അതായിരിക്കില്ലേ ലാസ്റ്റ് വരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഫസ്റ്റ് ഇ വരുന്ന യൂസർ ഡിസ്ക്രൈബ്സ് ദ പ്രോബ്ലം, then system searches database for similar cases, then system asks user additional questions to narrow search, then EDB പറഞ്ഞു. A system finds closest fit and retrieve solution, then system modifies the solution to better fit the problem and got successful. Clear ആയോ നിങ്ങൾക്ക്? നോക്കിക്കോ, just a minute. Okay, അപ്പൊ അവിടെ നോക്കിക്കോ, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈസിലി ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. അപ്പൊ ആദ്യം യൂസർ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്താണ് പ്രോബ്ലം എന്നുള്ളത്, ദെൻ എന്ത് ചെയ്യുന്നു, സിസ്റ്റം സെർച്ചസ് ഡേറ്റാബേസിൽ ഒരു ഇനിഷ്യൽ സെർച്ച് നടത്തുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ക്ലോസസ്റ്റ് ഫിറ്റ് കണ്ടുപിടിക്കുന്നു, സൊല്യൂഷൻ റിട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നു. ലാസ്റ്റ് ആണ് സിസ്റ്റം മോഡിഫൈസ് ദ സൊല്യൂഷൻ ടു ബെറ്റർ ഫിറ്റ് ദ പ്രോബ്ലം ആൻഡ് ഗോട്ട് സക്സസ്ഫുൾ ആക്കുന്നു എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു ഓർഡറിൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇനി എന്താണ് കേസ് ബേസ്ഡ് റീസണിംഗ്? ഇറ്റ് ഈസ് എ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് ദാറ്റ് റിലൈസ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ് ടു സോൾവ് ന്യൂ പ്രോബ്ലംസ്. It involves finding similar past cases, adapting their solutions and applying them to the current situation. Case based എന്നൊരു വേർഡ് നിങ്ങൾ എവിടെ കേട്ടാലും നമുക്കിപ്പോൾ കേസ് സ്റ്റഡി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് ഈ കേസ് സ്റ്റഡിയിലും കേസ് ബേസ്ഡും ഒക്കെ ചെയ്യുന്നത്? നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പുതിയ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ്. കേസ് സ്റ്റഡി ഒക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ, അതിലൊക്കെ അത് തന്നെയല്ലേ ചെയ്യുന്നത്. ഏതെങ്കിലും കമ്പനിക്ക് ഏതെങ്കിലും കാലത്ത് സംഭവിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഫേം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണോ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നു നമ്മൾ. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു, പഴയ കാലത്തെ സിമിലർ ആയിട്ടുള്ള കേസസ് കണ്ടുപിടിക്കുന്നു, അതിന്റെ സൊല്യൂഷൻസ് ആയിട്ട് അതിനെ അഡാപ്റ്റ് ചെയ്യുന്നു, കറണ്ട് സിറ്റുവേഷനിൽ അത് അപ്ലൈ ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഓക്കെ,
Next question. Which of the following are not directly financing small scale industries? Small scale industries ന് direct ആയിട്ട് financing കൊടുക്കാത്ത അല്ലെങ്കിൽ financial help കൊടുക്കാത്ത institution ഏതെന്നാണ് question. ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ questionൽ നോട്ട് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പറയുന്നുണ്ടായിരുന്നു, പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, നോർമൽ ഈ ക്വസ്റ്റിന്റെ കൂടെയാണ് പോകുന്നത്. അപ്പം നമുക്ക് തെറ്റിപ്പോകാൻ അല്ലെങ്കിൽ ആ ഒരു വേർഡ് നമ്മൾ വിട്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മാത്രം വായിക്കുക. നോട്ട് അവിടെ കിടപ്പുണ്ട്. കൊടുക്കാത്തത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വേൾഡ് ബാങ്ക്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ ഇത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ ഏതാണ് സിഡ്ബിയും IDBI ഒന്നും നമുക്ക് അറിയില്ല, അതിന്റെ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് അറിയില്ലെങ്കിലും സിംപ്ലി നമ്മുടെ ലോജിക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കുക. ഈ പറയുന്ന വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഒക്കെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഹ്യൂജ് ഫിനാൻസ് ആയിട്ടായിരിക്കും അല്ലെ. കുറേ വേൾഡുമായിട്ടും കുറേ കൺട്രീസുമായിട്ട്, കുറേ വേൾഡ് അല്ല കുറേ കൺട്രീസുമായിട്ടും ഹ്യൂജ് ഫണ്ടുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഒക്കെ. അവരൊരിക്കലും വന്ന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഡയറക്ട്ലി ഫണ്ട് കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ നമുക്ക് ബിയും ഡിയും വരില്ല എന്നുള്ളത് ആദ്യമേ തന്നെ ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ബിയും ഡിയും എലിമിനേറ്റ് ചെയ്ത് നമ്മൾ കളഞ്ഞു. അപ്പൊ നമുക്ക് ഓപ്ഷൻ 1 അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ 2 അല്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ 1ഉം 2ഉം അല്ല, നമുക്ക് കളയാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത്, സോറി കളയാം എന്നല്ല, നോട്ട് ഡയറക്ട്ലി ആണല്ലോ. ഓക്കെ, എനിക്ക് തെറ്റിപ്പോണ്. നോട്ട് ഡയറക്ട്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നോട്ട് ഡയറക്ട്ലി എന്ന് പറയുമ്പോൾ വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെ ആൻസറിൽ വരണം. അപ്പൊ ബിയും ഡിയും നമ്മുടെ ആൻസറിൽ വരണം എന്നാണ്. സോറി, ഞാൻ തെറ്റിച്ചു. അപ്പൊ ബിയും ഡിയും നമ്മുടെ ആൻസറിൽ വരണം. അപ്പൊ ബിയും ഡിയും വരുന്നത് ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. സിയും വരുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBI നമ്മുടെ വേൾഡ് ബാങ്കിന്റെ ഒരു എന്താണ്, ഒരു ബ്രാഞ്ച്, ഒരു ഘടകമാണെന്ന് പറയാം. ബ്രാഞ്ച് അല്ല, ഒരു ഫാക്ടർ ആണ്, ഒരു ഘടകമാണെന്ന് പറയാം നമുക്ക്. അപ്പം ഏതാണ്, ബിയും സിയും ഡിയും ആണ് ഡയറക്റ്റ് ആയിട്ട് ഫൈനാൻസിങ് കൊടുക്കാത്തത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1, ബി, സി ആൻഡ് ഡി ഓൺലി. ഓക്കെ, മനസ്സിലായോ? എനിക്ക് തന്നെ പറഞ്ഞു വന്നപ്പോൾ തന്നെ തെറ്റിപ്പോയി. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മുടെ ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ സിഡ്ബിയും NSICയും ആണ് ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് കൊടുക്കുന്നത്. അതും നമ്മൾ ഇതിൽ നിന്ന് പഠിക്കണം. അപ്പോൾ വേൾഡ് ബാങ്ക്, IDBI ആൻഡ് IMF ആർ ലാർജ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് ഇൻഡയറക്റ്റ് ഓർ ഡെവലപ്മെന്റ് സപ്പോർട്ട്, നോട്ട് ഡയറക്റ്റ് SSI ഫൈനാൻസിങ്. അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ലാർജ് എമൗണ്ടിലാണ്, ലാർജ് ഫേംസിനൊക്കെയാണ്. അല്ലാതെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഫണ്ട് അല്ല കൊടുക്കുന്നത്. സോ അത് മൂന്നുമാണ് വരാത്തത്. ഈ പറഞ്ഞ സിഡ്ബിയും NSICയും ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് കൊടുത്ത് SSIസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സും ആണ്. അതും മനസ്സിലാക്കുക. Next one. Arrange the steps in implementing HRIS. Human Resource Information System ആണ് HRIS. അത് നമുക്കറിയാമായിരിക്കും. അപ്പൊ HRIS ഇംപ്ലിമെന്റ് ചെയ്യുന്ന അതിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവൈലബിൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇൻസെപ്ഷൻ ഓഫ് ഐഡിയ, ഇൻസ്പെക്ഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണത്. ഇൻസ്പെക്ഷൻ ഓഫ് ഐഡിയ, ഫീസിബിലിറ്റി സ്റ്റഡി, സെലക്ടിങ് എ പ്രൊജക്ട് ടീം, വെണ്ടർ അനാലിസിസ്, ഡിഫൈനിങ് റിക്വയർമെന്റ്സ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ല ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഇവിടെ തന്നെ നമുക്ക് പറയാം, സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലായിരിക്കും? എന്തായാലും ഇൻസ്പെക്ഷൻ ഓഫ് ഐഡിയ ഇൻസ്പെക്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ബാക്കി കാര്യത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പം എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 3ഉം 4ഉം അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 2 ഓപ്ഷൻസ് ആണ്, ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഏതാ വരുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഓപ്ഷൻസിൽ 2 അവൈലബിൾ ആണ്, ഇയും ഡിയും ആണ്. ഇ എന്താണ്? ഡിഫൈനിങ് റിക്വയർമെന്റ്സ്. ഡി പറയുന്നത് വെണ്ടർ അനാലിസിസ് ആണ്. അപ്പൊ ഡിഫൈനിങ് റിക്വയർമെന്റ്സ് ഡിഫൈൻ ചെയ്തിട്ടായിരിക്കില്ലേ നമ്മൾ വെൻഡേഴ്സിന്റെ അടുത്ത് അവരെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഇ കഴിഞ്ഞിട്ടായിരിക്കും ഡി വരുന്നത്, അല്ലാതെ ഡി ലാസ്റ്റ് ഇ കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്, ഇ ലാസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം 2 ആയിരിക്കും കറക്റ്റ് ആൻസർ. 1 വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ 1 വരത്തില്ല. കാരണം ഡിഫൈനിങ് റിക്വയർമെന്റ്സ് ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ വെണ്ടർ അനാലിസിസിലോട്ട് പോകുന്നത്. അല്ലാതെ വെണ്ടറിനെ അനലൈസ് ചെയ്തിട്ട് കുറെ സപ്ലൈസിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിക്വയർമെന്റ്സ് ഡിഫൈൻ ചെയ്യുന്നതിന്റെ മീനിങ് ഒന്നുമില്ലല്ലോ. സോ 2 is the correct answer. Human Resource Information System is a software solution that helps companies manage employee data and automate HR process. HR process automate ചെയ്യാനും എംപ്ലോയീസിന്റെ ഡേറ്റ മാനേജ് ചെയ്യാനൊക്കെ കമ്പനീസിനെ, ഫേംസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താണ്, ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് HRIS.
It essentially acts as a central repository for employee information and streamlines tasks like payroll, benefits administration, and time tracking. HRIS systems can also improve efficiency, accuracy, and transparency in HR operations. HRന്റെ ഓപ്പറേഷൻസിൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിസ്റ്റത്തിൽ എഫിഷ്യൻസിയും ആക്യുറസിയും ട്രാൻസ്പെറൻസി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് എംപ്ലോയീസിന്റെ ഫുൾ ഇൻഫർമേഷൻ, അവരെ റിലേറ്റ് ചെയ്ത് വരുന്ന ഫുൾ ഇൻഫർമേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു റെപ്പോസിറ്ററി ആണെന്ന് നമുക്ക് പറയാം, ഒരു സെൻട്രൽ റെപ്പോസിറ്ററി ആണ്. അതിനകത്ത് ഈ ഒരു പേറോളും ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേഷനും ടൈം ട്രാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് HRIS. ഓക്കെ, അതിന്റെ ഒരു പ്രോസസ്സ് ഇതാണ്: ഇവാലുവേഷൻ, ഇംപ്ലിമെന്റേഷൻ, ഗോ ലൈവ്, പോസ്റ്റ് ഗോ ലൈവ് സപ്പോർട്ട്. ഇത്രയാണ് അതിന്റെ ഒരു സ്റ്റേജസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓരോന്നിനകത്തും എന്തൊക്കെയാണ് വരുന്നത്? ഇവാലുവേഷൻ സ്റ്റേജിൽ റിക്വയർമെന്റ് മാപ്പിംഗ്, വെൻഡർ ഡെമോസ് ആൻഡ് കേസ് സ്റ്റഡീസ്, വെൻഡർ ഡിസിഷൻ ആൻഡ് ഫൈനാൻസിംഗ് ദ പ്രോജക്റ്റ്. ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ സ്കോപ്പിംഗ് ആൻഡ് പ്ലാനിംഗ്, ഇംപ്ലിമെന്റേഷൻ റോഡ് മാപ്പ്, data integration and transition, HR process re-engineering and modular implementation. Go live actual stage എത്രയാണ് നടക്കുന്നത്? last minute escalations and instance testing, transition into production, handling culture shift in HR, പോസ്റ്റ് ഗോ ലൈവ് സപ്പോർട്ട്, അത് കഴിഞ്ഞിട്ടുള്ള സപ്പോർട്ട് ആഫ്റ്റർ ഇംപ്ലിമെന്റേഷനിൽ വരുന്നതാണ്. ലോങ് ടേം സപ്പോർട്ട് കോൺട്രാക്ട്സ്, തേർഡ് പാർട്ടി API ഇന്റഗ്രേഷൻ, പീരിയോഡിക് ഓഡിറ്റിംഗ് ആൻഡ് സിസ്റ്റം പെർഫോമൻസ് മാപ്പിംഗ്. ഇത്രയാണ് നടക്കുന്നത്. അതിൽ എല്ലാ സ്റ്റെപ്സും ഒന്നും നമ്മൾ പഠിക്കേണ്ട. ഒരു ഇവാലുവേഷൻ, ഇംപ്ലിമെന്റേഷൻ, ഗോ ലൈവ്, പോസ്റ്റ് ഗോ ലൈവ് സപ്പോർട്ട്. അതിൽ ആ ഒരു ഇംപ്ലിമെന്റേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ലോജിക് ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ ലോജിക് അപ്ലൈ ചെയ്ത് തന്നെ ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ. Arrange the following 5 steps of resource-based approach to strategy analysis proposed by Grant. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിക്കോണം. റിസോഴ്സ് ബേസ്ഡ് അപ്രോച്ച് എപ്പോഴും സ്ട്രാറ്റജി അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ആണ്. പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഗ്രാന്റ് ആണ്. ഓക്കെ, ഇനി നോക്കിക്കോ, നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് അഗെയിൻ സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കേ, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സ്റ്റെപ്സ് നോക്കിക്കേ. ഐഡന്റിഫൈ റിസോഴ്സ് ഗ്യാപ്സ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ അപ്ഗ്രേഡിംഗ് വീക്ക്നെസ്. അത് വരാൻ സാധ്യതയില്ല. എയിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്തില്ല. റിസോഴ്സ് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ നടക്കണ്ടേ? നോക്കാം. സെലക്ട് ദ സ്ട്രാറ്റജി ദാറ്റ് ബെസ്റ്റ് എക്സ്പ്ലോയ്റ്റ്സ് ദ ഫേംസ് ക്യാപ്പബിലിറ്റീസ് റിലേറ്റീവ് ടു ഇന്റേണൽ ഓപ്പർച്യൂണിറ്റീസ്. എന്തായാലും ബിയിൽ സ്റ്റാർട്ട് ചെയ്തില്ല, എന്തായാലും സ്റ്റാർട്ട് ചെയ്തില്ല അല്ലേ? ഫേമിന്റെ ക്യാപ്പബിലിറ്റീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ലാസ്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമുക്ക് ലാസ്റ്റ് എന്നൊരു കാര്യം ഓപ്ഷനായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും അത് ഫസ്റ്റ് വരത്തില്ല, മേ ബി ലാസ്റ്റ് വരാം, ഫസ്റ്റ് എന്തായാലും വരത്തില്ല. അപ്പൊ ബി നമുക്ക് ബിയിൽ സ്റ്റാർട്ട് ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ദെൻ സി പറയുന്നത് അപ്രൈസ് ദ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഓഫ് ദീസ് ക്യാപ്പബിലിറ്റീസ് ഇൻ ടേംസ് ഓഫ് ദെയർ പൊട്ടൻഷ്യൽ ഫോർ സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അവിടെ ഒരു ദീസ് ക്യാപ്പബിലിറ്റീസ് എന്നൊരു വേർഡ് നമ്മൾ കണ്ടല്ലോ. അപ്പൊ എന്തായാലും ദീസ് ക്യാപ്പബിലിറ്റീസ് എന്നുള്ളൊരു കാര്യം നമ്മുടെ ഈ പറഞ്ഞ സ്റ്റെപ്സിൽ എവിടെയോ പറയുന്നുണ്ട്. അപ്പൊ സിയിലും സ്റ്റാർട്ട് ചെയ്യത്തില്ല. അപ്പം ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം നമുക്ക് സിംപ്ലി എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ എ ആദ്യമേ പറഞ്ഞു എയിൽ വരാൻ സാധ്യതയില്ല എന്ന്, പക്ഷെ നമുക്ക് ആദ്യമേ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണ്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. നെക്സ്റ്റ് ഡി പറയുന്നത് കമ്പൈൻ ദ ഫേം സ്ട്രെങ്ത് ഇൻ ടു സ്പെസിഫിക് ക്യാപ്പബിലിറ്റീസ്. ഈ പറയുന്നത് ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന ഇയും എയും ആണ്. അപ്പൊ എ പറയുന്ന ഐഡന്റിഫൈ റിസോഴ്സ് ഗ്യാപ്സ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ അപ്ഗ്രേഡിംഗ് വീക്ക്നെസ്. അപ്ഗ്രേഡിംഗ് വീക്ക്നെസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് സ്റ്റേജിലായിരിക്കില്ലേ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നോക്കിക്കേ, ഈ നമ്മൾ 1ഉം 2ഉം എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു, പിന്നെ നമുക്ക് 3ഉം 4ഉം ആണുള്ളത്. 3 സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലാണ് അല്ലെ? ഓപ്ഷൻ 3 പറയുന്നത് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓപ്ഷൻ ഡി ആണെങ്കിലോ ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി അതിന്റെ എൻഡിങ് നോക്കിക്കാൻ നിങ്ങൾ, ഓപ്ഷൻ 3 എൻഡ് ചെയ്യുന്നത് ഇയിലാണ്, ഓപ്ഷൻ 4 ആണെങ്കിലോ എയിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം ഇ അല്ലെങ്കിൽ എ ആണ് വരുന്നത്. എയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഇയിൽ എൻഡ് ചെയ്യും, ഇയിൽ സ്റ്റാർട്ട് ചെയ്താൽ എയിൽ എൻഡ് ചെയ്യും. അപ്പൊ പിന്നെ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമായില്ലേ നമുക്ക്? ഫസ്റ്റ് വരുന്നത് എപ്പോഴും ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. എന്നിട്ടായിരിക്കില്ലേ വീക്ക്നെസ്സിലോട്ടൊക്കെ ഇൻവെസ്റ്റ്, ആ ഒരു വീക്ക്നെസ് ഉള്ള ഏരിയയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിമ്പിൾ, ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പൊ നോക്കിക്കോ, ഈ ഒരു ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്. ഐഡന്റിഫൈ ദ ഫേംസ് റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുക, ഫേംസിന്റെ ക്യാപ്പബിലിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക, അപ്രൈസ് ദ റെന്റ് ജനറേറ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് റിസോഴ്സസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ്. ആ ഒരു റിസോഴ്സസിന്റെയും ക്യാപ്പബിലിറ്റീസിന്റെയും ഒക്കെ പൊട്ടൻഷ്യൽ ഒന്ന് അപ്രൈസ് ചെയ്യുക. സെലക്ട് ദ ബെസ്റ്റ് സ്ട്രാറ്റജി ടു എക്സ്പ്ലോയിറ്റ് റിസോഴ്സസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ്. ദെൻ സ്ട്രാറ്റജി വരുന്നുണ്ട്, ഐഡന്റിഫൈ റിസോഴ്സസ് ഗ്യാപ്സ് വിച്ച് നീഡ് ടു ബി ഫിൽഡ്. ഇതാണ് അത്രയും സ്റ്റെപ്സ്. ഗ്രാന്റ് പ്രപ്പോസ് ചെയ്ത ഈ ഒരു റിസോഴ്സ് ബേസ്ഡ് അപ്രോച്ചിന്റെ സ്റ്റെപ്സ് ഇത്രയുമാണ്. അവിടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിസോഴ്സസ്, ക്യാപ്പബിലിറ്റീസ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്, അതിനെ സ്ട്രാറ്റജി ആയിട്ട് മാറ്റുന്നു. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമുക്ക് എന്താണ് മാറി ചിന്തിക്കാനുള്ളത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എന്ത് ക്യാപ്പബിലിറ്റി ആണ് ഉള്ളതെന്നുള്ളത്. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. സോ ഒബ്വിയസ്ലി നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ
4 ആയിരിക്കും. എന്ത് സിമ്പിൾ അല്ലേ ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ ഇതാണ് സ്റ്റെപ്സ്. ഐഡന്റിഫൈ ഓർ ക്ലാസിഫൈ റിസോഴ്സസ്, കമ്പൈൻ ഇൻടു ക്യാപ്പബിലിറ്റീസ്, അപ്രൈസ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ, സെലക്ട് ബെസ്റ്റ് സ്ട്രാറ്റജി, ഐഡന്റിഫൈ റിസോഴ്സ് ഗ്യാപ്സ് ആൻഡ് അപ്ഗ്രേഡ് വീക്ക്നെസ്. അതായിരിക്കും ലാസ്റ്റ് സ്റ്റെപ്പ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നമ്മൾ നേരത്തെ ആ ഒരു ഓർഡറിലാക്കാനുള്ള കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് NTA ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ മാച്ച് ദ ഫോളോയിങ്. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ആ ഒരു സീക്വൻഷ്യൽ അറേഞ്ച്മെന്റിനെക്കാളും നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നത് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ആണെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഒന്നോ രണ്ടോ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു രണ്ടെണ്ണം നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആണ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീൻ്റെ സമയത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത്, നമ്മുടെ ആ ഒരു റഫ് പേപ്പർ കിട്ടില്ലേ, അതിനകത്ത് നമ്മൾ 2 കോളം വരച്ചിടുക. 2 അല്ല 4 കോളം വരച്ചിടുക. അതിനകത്ത് ABCD എന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് എയുടെ മാച്ചിങ് ഏതായിരിക്കും വരുന്നത്. ഇപ്പം സിമ്പിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എയുടെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ 3 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്റെ താഴെ നമ്മൾ 3 എഴുതി വെക്കുക. ഇപ്പൊ ബി നമുക്കറിയില്ല, C2 ആണ്, സിന്റെ താഴെ 2 എഴുതി വെക്കുക. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് മറ്റ് 2 ഓപ്ഷൻ ആണ് അല്ലെ, ബിയും ഡിക്കും വരുന്ന ഓപ്ഷൻസ് തമ്മിലാണ്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് കുറച്ച് എന്താണ് ബ്രെയിനിന്റെ വർക്ക് നമ്മൾ കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ നോക്കിയിരിക്കുമ്പോൾ നമുക്കൊക്കെ പറ്റിപ്പോയിട്ടുള്ളതായിരിക്കും. ഇപ്പൊ എയുടെ കറക്റ്റ് ആൻസർ 3 ആണെന്ന് നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ കൊണ്ടുവന്ന് ഈ ഒരു കറക്റ്റ് ഓപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ആ ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് PYQും MCQ ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് അതൊരു റോ വരച്ച് ആ ഒരു ടേബിൾ ക്ലോസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ തന്നെ സോൾവ് ചെയ്ത് പോവാം. ഓരോന്നും നമ്മളിങ്ങനെ റോസ് ആയിട്ട് വരച്ചിട്ടാൽ മാത്രം മതിയായിരിക്കും. കുറേ സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ആണ് അല്ലെ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, പേ ബാക്ക് പീരീഡ്. ഇതെല്ലാം നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഓപ്ഷൻ ഡിന്റെ കാര്യം എന്താണ്, ഡി പറയുന്ന പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡ് എന്താണ്, ടൈം ടു റിക്കവർ ഇനിഷ്യൽ കോസ്റ്റ്. ഇനിഷ്യൽ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സമയത്തിനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം D4 ആണെന്ന് മനസ്സിലായി. D4 ആകുമ്പോൾ ഓപ്ഷൻ 3യും 4ഉം വരത്തില്ലല്ലോ, എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എഗെയിൻ നമ്മുടെ കയ്യിൽ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഇനി എ നോക്കിക്കേ, നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, മണി വാല്യൂ ആണല്ലേ ഉദ്ദേശിക്കുന്നത്. നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ് കാര്യം, പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ് അല്ലേ. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ് ആണ് നെറ്റ് പ്രസന്റ് വാല്യൂ, ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസും ഇപ്പോഴത്തെ ഇൻഫ്ലോസും തമ്മിലുള്ള ഡിഫറൻസ് മണി വാല്യൂ റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പം A 3 ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. ഇനി നമുക്ക് അത് അറിയില്ല എന്ന് വിചാരിച്ചു, നെറ്റ് പ്രസന്റ് വാല്യൂ അറിയില്ലെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വെച്ചാൽ എന്താണ്, റേറ്റ് വെയർ NPV is equal to 0. NPVന്റെ വാല്യൂ നെറ്റ് പ്രസന്റ് വാല്യൂവിന്റെ വാല്യൂ 0 ആകുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാം സിമിലർ ആണ്. അവിടുത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ എവിടെയാണോ NPV 0 ആകുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കുന്നത്. അപ്പം B2 ആണ്. ദെൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താണ്, റേഷ്യോ ഓഫ് PV ഓഫ് ഇൻഫ്ലോസ് ഇൻറ്റു ഇൻവെസ്റ്റ്മെന്റിനെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ലേ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ബാക്കി നമ്മൾ അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. സോ താങ്ക് യു.